നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ പ്ലെയിൻ ഡിറ്റർമിൻഡ് ബൈ ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദ ലൈൻസ്. ഫസ്റ്റ് ലൈൻ തന്നിട്ടുണ്ട്, അതുപോലെ സെക്കൻഡ് ലൈനും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇൻ്റർസെക്ഷനിൽ വരണ പ്ലെയിൻ ഡിറ്റർമിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ പ്ലെയിൻ ഡിറ്റർമിൻഡ് ബൈ ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദ ലൈൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന അവിടെ വരുന്ന ആ ഒരു പ്ലെയിൻ അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഈക്വൽ ആവണം അല്ലേ? ഇതിൻ്റെ എക്സ് കോർഡിനേറ്റും ഇതിൻ്റെ എക്സ് കോർഡിനേറ്റും ഇതിൻ്റെ വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റുകൾ അങ്ങനെ ഈക്വൽ ആവണം. അതായത് -1 + t = 1 - 4s, 2 + t = 1 + 2s, -t = 2 - 2s ആവണം. അപ്പോൾ നേരത്തെ നമ്മൾ T1 ഉം T2 ഒക്കെ എടുത്ത് സോൾവ് ചെയ്ത പോലെ തന്നെ ആദ്യത്തെ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് ഇത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇവിടെ t + 4s = 2 എന്നാണ് ആദ്യത്തെ ഇക്വേഷൻ വരിക. ഇതിൽ നിന്ന് t - 2s = -1 എന്ന് വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 6x = 3 എന്നും അതിൽ നിന്ന് s = 1/2 എന്നും എങ്ങനെയെങ്കിലും അത് സോൾവ് ചെയ്തെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ s = 1/2 എന്നുള്ളത് ഫസ്റ്റ് എക്സിൻ്റെ ഇക്വേഷനിൽ x = -1 + t എന്നുള്ളതിൽ x = 1 - 4s എന്നുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എസിൻ്റെ വാല്യൂയിലേക്ക് കിട്ടി. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനിലല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ s = 1/2 എന്നുള്ളത് രണ്ടാമത്തെ ലൈൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അവിടെ x = 1 - 4s എന്നുള്ളത് x = -1, y = 1 + 2s എന്നുള്ളതിൽ കൊടുക്കുമ്പോൾ y = 2, z = 2 - 2s എന്നുള്ളതിൽ കൊടുക്കുമ്പോൾ z = 1. അപ്പോൾ ഇതാണ് ഒരു ഇൻ്റർസെക്ഷൻ പോയിന്റ് എന്ന് കിട്ടി. അപ്പോൾ രണ്ട് ഇക്വേഷനും കൂടി ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്തപ്പോൾ s = 1/2 എന്നാണ് കിട്ടിയത്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നമുക്ക് ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കിട്ടും. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്കപ്പോൾ എസിന് 1/2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ x = -1, 2, 1 എന്നുള്ളതാണ് പോയിന്റ് കിട്ടിയത്. അപ്പോൾ റിക്വയർഡ് പ്ലെയിൻ ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യും എന്നുള്ളത് മനസ്സിലായി. ഞാൻ അവിടെയുള്ള പ്ലെയിൻ അല്ലേ കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ്. ഇനി നമുക്ക് ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു വെക്ടർ വേണം. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു വെക്ടർ വേണമെങ്കിൽ നമുക്കറിയാം ലൈൻ L1-ന് പാരലായിട്ടുള്ള വെക്ടർ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ലൈൻ L1 തന്നിരിക്കുന്ന ഇക്വേഷൻ നോക്കൂ. L1ൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇതിൽ നിന്ന് A1 ആണ്, B1 ആണ്, C -1 ആണ്. അപ്പോൾ L1ന് പാരലായിട്ടുള്ള വെക്ടർ എന്ന് പറയുന്നത് V1 = I + j - k ആണ്. അതുപോലെ L2ന് പാരലായിട്ടുള്ള വെക്ടർ V2 എന്ന് പറഞ്ഞാൽ -4i + 2j - 2k ആണ്. അത് രണ്ടും കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. അപ്പോൾ L1നും L2നും പാരലായിട്ടുള്ള വെക്ടേഴ്സ് ഉണ്ട്. L1ഉം L2 ആണ് ആ ലൈൻസിന് പാരലായിട്ടുള്ള വെക്ടേഴ്സ് എങ്കിൽ അവരുടെ ക്രോസ് പ്രൊഡക്റ്റ് ഈ രണ്ട് വെക്ടേഴ്സിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് വെക്ടേഴ്സിനും പെർപെൻഡിക്കുലർ ആവാന്ന് പറഞ്ഞാൽ റിക്വയർഡ് പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിരിക്കും ആ വെക്ടർ. അപ്പോൾ V1ഉം V2 എഴുതി V1 × V2 എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആ റിക്വയർഡ് പ്ലെയിന് നോർമൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ആയിരിക്കും. ലൈനിന് പാരലായിട്ടുള്ള രണ്ട് വെക്ടേഴ്സാണ് ഇവർക്ക് പെർപെൻഡിക്കുലർ ആണ് V1 × V2. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ലൈനിന് പാരലായിട്ടുള്ള വെക്ടേഴ്സ് അല്ലേ, അപ്പോൾ ആ റിക്വയർഡ് പ്ലെയിനും ഓട്ടോമാറ്റിക്കായിട്ട് അത് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ നോർമലായിട്ട് വരും. അപ്പോൾ നോർമലായിട്ടുള്ള വെക്ടർ V1 × V2 കണ്ടുപിടിക്കുക. ഓൾറെഡി പോയിന്റ് -1, 2, 1 നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ പ്ലെയിൻ്റെ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പ്ലെയിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് മറക്കരുത് കേട്ടോ, ഈ രീതിയിൽ ചെയ്യാം. അടുത്തത് ഫൈൻഡ് എ പാരാമെട്രിക് ഇക്വേഷൻ ഫോർ ദ ലൈൻ ത്രൂ ദ പോയിന്റ് 0, -7, 0 ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ x + 2y + 2z = 13. ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുമെന്നും ആ ലൈൻ ഈ പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആണ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലെയിന് നോർമൽ ആയിട്ടുള്ള ഒരു വെക്ടർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പ്ലെയിന് നോർമൽ ആയിട്ടുള്ള വെക്ടർ എന്ന് പറയുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ, ദാറ്റ് ഈസ് കോഎഫിഷ്യൻസ് എടുത്താൽ മതി അല്ലേ, മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. I + 2j + 2k ആണ്. അപ്പോൾ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എന്ന് പറയുമ്പോൾ ഈ ലൈന് അത് പാരലൽ ആയിരിക്കും. കാരണം ലൈൻ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ലൈന് പാരലൽ ആയിരിക്കും. അപ്പോൾ വെക്ടർ പാരലൽ ടു ദ ലൈൻ ഈസ് I + 2j + 2k. പിന്നെ മാത്രമല്ല ലൈൻ പാസ് ചെയ്യുന്നൊരു പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ പാരാമെട്രിക് ഇക്വേഷൻ്റെ ഡെഫിനേഷൻ യൂസ് ചെയ്താൽ ഇവിടെ നമുക്ക് x0 + at എന്നുള്ളിടത്ത് x0 0, a1 ആണ്. അപ്പോൾ t മാത്രം വരും. y0 + bt, z0 + ct ആ ഫോർമുല യൂസ് ചെയ്തത് കണ്ടുപിടിക്കാൻ പറ്റും. ഞാനിത് ഫോർമുല കൃത്യമായിട്ട് പറയാത്തതാണ്, നിങ്ങളത് കണ്ടുപിടിച്ച് നോക്കുക കേട്ടോ എങ്ങനെയാണ് വരണേ എന്നുള്ളത്. പാരാമെട്രിക് ഇക്വേഷൻ്റെ ഫോർമുല എടുത്താൽ മതി. അടുത്തത് ഫൈൻഡ് എ പ്ലെയിൻ ത്രൂ ദ പോയിന്റ് ദിസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ
of the planes 2x plus y minus z equal to 3 and x plus 2y plus z equal to 2. അപ്പോൾ ഇതും ഇതിൻ്റെ ക്ലൂ മാത്രം പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. പ്ലെയിൻ, നമുക്ക് ഒരു പ്ലെയിൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ പ്രത്യേകത അത് ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ പ്ലെയിൻസ് ദിസ് വൺ ആൻഡ് ദിസ് വൺ. മാത്രമല്ല നമ്മൾ കണ്ടുപിടിക്കേണ്ട പ്ലെയിൻ ഈ രണ്ട് പ്ലെയിൻസിൻ്റെ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ, ഈ രണ്ട് പ്ലെയിൻസ് ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ലൈൻ. രണ്ട് പ്ലെയിൻസിന് നിങ്ങൾ ഇൻ്റർസെക്ട് ചെയ്ത് നോക്കൂ, രണ്ട് പേപ്പർ എടുത്തിട്ട് അതൊന്ന് ഇൻ്റർസെക്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് ഒരു ലൈൻ ആയിരിക്കും അല്ലേ. അപ്പോൾ രണ്ട് പ്ലെയിൻസ് ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ അത് അവിടെ ഒന്നില്ലെങ്കിൽ ലൈൻ അല്ലെങ്കിൽ ഒരൊറ്റ പോയിന്റ്. അപ്പോൾ ഇവിടെ ഈ രണ്ട് പ്ലെയിൻസ് ഇൻ്റർസെക്ട് ചെയ്ത ഒരു ലൈൻ കിട്ടും എന്നാണ് പറയുന്നത്. ആ ലൈനോട് ഈ പ്ലെയിൻ പെർപെൻഡിക്കുലർ ആയിരിക്കും, നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്ലെയിൻ പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പോയിന്റ് x0 y0 z0 2 1 -1 ആണ്. ഇനി ഈ രണ്ട് പ്ലെയിൻസ് എടുക്കുക. ഈ രണ്ട് പ്ലെയിൻസിനോട് നോർമലായിട്ടുള്ള വെക്റ്റേഴ്സ് എടുത്താൽ ആദ്യത്തെ പ്ലെയിനോട് നോർമലായിട്ടുള്ള വെക്റ്റർ n1 എടുക്കാം. അതിങ്ങനെയാണ് വരിക, കോഎഫിഷ്യൻസ് മാത്രം എടുത്തുണ്ടാക്കിയതാണ്. രണ്ടാമത്തെ പ്ലെയിൻ എടുക്കുക, അതിൻ്റെ കറസ്പോണ്ടിങ് നോർമലായിട്ടുള്ള വെക്റ്റർ n2 എടുക്കുക. അത് ഇതാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ റിക്വയർഡ് പ്ലെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് പാരലായിട്ട് നോർമലായിട്ടുള്ള രണ്ട് വെക്റ്റേഴ്സ്, ഈ പ്ലെയിനോട് നോർമലായിട്ടുള്ള രണ്ട് വെക്റ്റേഴ്സ് എടുത്തിട്ടുണ്ട് എങ്കിൽ അവരുടെ ക്രോസ് പ്രൊഡക്റ്റ്, ആ രണ്ട് വെക്റ്റേഴ്സിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് n1 cross n2 ഈസ് പാരലൽ ടു ദ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ഗിവൺ പ്ലെയിൻസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പ്ലെയിൻസിൻ്റെ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ എന്താണെന്നുള്ളത് അറിയാലോ. ഇനി ഇതിനോട് നോർമലായിട്ടുള്ളതും ഇതിനോട് നോർമലായിട്ടുള്ളതും ആയ വെക്റ്റേഴ്സിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ഈ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷനോട് പാരലായിരിക്കും. കാരണം അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് n1നോടും n2നോടും ഓർത്തോഗണലായിരിക്കും, നോർമലായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. n1 ക്രോസ് n2 എന്ന് പറയുന്നത് n1നോടും n2നോടും പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെങ്കിൽ നോർമൽ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് പ്ലെയിൻസിനോട് അല്ലെങ്കിൽ ഈ രണ്ട് പ്ലെയിൻസിൻ്റെ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷനോട് അത് പാരലൽ ആയിരിക്കും. ഒന്ന് അസ്യൂം ചെയ്ത് നോക്കാം കേട്ടോ. ഈ രണ്ട് നോർമൽസ് പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആണ്. അവരുടെ ക്രോസ് പ്രൊഡക്റ്റ് അപ്പോൾ ആ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷനോട് പാരലായിട്ട് വരിക. കാരണം വീണ്ടും ആ ക്രോസ് പ്രൊഡക്റ്റ് ഇവരോട് വീണ്ടും ഓർത്തോഗണൽ ആവില്ലേ. അപ്പോൾ ഒരു പ്രാവശ്യം ഈ നോർമൽസ് ഓർത്തോഗണലായി വീണ്ടും അവരെ ക്രോസ് പ്രൊഡക്റ്റ് ഓർത്തോഗണൽ ആവാന്ന് പറഞ്ഞാൽ വീണ്ടും സെയിം പൊസിഷനിലേക്ക് തിരിച്ചെത്തുകയല്ലേ. അപ്പോൾ ആ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷനോട് ആ വെക്ടർ പാരലായിരിക്കും കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോർക്കണേ. ആ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷനോട് ആ വെക്ടർ പാരലായിരിക്കും. അപ്പോൾ നമ്മുടെ റിക്വയർഡ് പ്ലെയിനോട് അപ്പോൾ നമുക്ക് n1 cross n2 is a vector parallel to the line of intersection of the given planes and hence n1 cross n2 is a vector normal to the required plane. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ലൈൻ ഈ പ്ലെയിനോട് കണ്ടുപിടിക്കേണ്ട പ്ലെയിൻ ഈ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷനോട് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഈ വെക്ടർ n1 cross n2 ആ റിക്വയർഡ് പ്ലെയിനോട് നോർമലായിരിക്കും. അപ്പോൾ n1 cross n2 ആദ്യം ഫൈൻഡ് ചെയ്തു, പിന്നെ പോയിന്റ് യൂസ് ചെയ്ത് പ്ലെയിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് പ്ലെയിൻ്റെ ഫോർമുല കണ്ടുപിടിച്ചു. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് കേട്ടോ. ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുക. അതൊക്കെ ഒന്ന് വരച്ച് നോക്കിയാൽ മതി. ആദ്യം നോർമൽസ് വരയ്ക്കുക, അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് വീണ്ടും അതിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക. അപ്പോൾ അതിന് പാരലായിട്ട് കിട്ടും. പിന്നെ റിക്വയർഡ് പ്ലെയിൻ ഈ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷനോട് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ആ ക്രോസ് പ്രൊഡക്റ്റ് ഇതിന് നോർമലായിട്ട് വരും എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. വരച്ച് നോക്കിയാൽ വേഗം കിട്ടും അത് കേട്ടോ. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ 0 -7 0 ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ദിസ് വൺ. അപ്പോൾ പാരാമെട്രിക് ഇക്വേഷൻ ഈ പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആണ് എന്ന് പറയുമ്പോൾ എ നോർമൽ ടു ദ ഗിവൺ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ, ഇക്വേഷൻ പ്ലെയിൻ്റെ ഇക്വേഷൻ നിന്നാൽ അതിൻ്റെ നോർമലിൻ്റെ ഇക്വേഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിന് നോർമലായിട്ട് വരുന്ന വെക്ടർ വരിക. അപ്പോൾ ഈ ലൈൻ ഈ പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ ഈ വെക്ടർ ഈ ലൈനോട് പാരലൽ വെക്ടർ ആയിരിക്കും അല്ലേ. പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ ഇതിൻ്റെ നോർമൽ വെക്ടർ ലൈന് പാരലൽ ആയിട്ടായിരിക്കും വരിക. അതും വരച്ച് നോക്കി അറിയാൻ പറ്റും. ഒന്നിനോട് നോർമൽ ആകുമ്പോൾ മറ്റൊന്നിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതിനോട് അത് പാരലൽ ആയിരിക്കും. അപ്പോൾ പാരലൽ ആയിട്ടുള്ള വെക്ടറും കിട്ടി, പോയിന്റും കിട്ടി. നമ്മുടെ പാരാമെട്രിക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഈ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് പഠിക്കുമ്പോൾ ചെയ്യാം. അടുത്തത് നമുക്കൊരു തിയറാണ്. തിയറം പറയുന്നത് എവറി പ്ലെയിൻ ഇൻ സ്പേസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ ലീനിയർ ഇക്വേഷൻ ax plus by plus cz equal to b where a, b, c are not all to 0.
ഏത് പ്ലെയിൻ എടുത്താലും നമുക്ക് ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. കോൺവേഴ്സ്ലി എവറി ലീനിയർ ഇക്വേഷൻ റെപ്രസെൻറ്റ്സ് എ പ്ലെയിൻ ഇൻ സ്പേസ് ഹാവിങ് നോർമൽ വെക്ടർ എ ബി സി. തിരിച്ച് ഏത് ഇങ്ങനെ ഈ ടൈപ്പ് ഇക്വേഷൻ എടുത്താലും അതെല്ലാം ഓരോരോ പ്ലെയിൻസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹാവിങ് ദ നോർമൽ വെക്ടർ എ ബി സി. ഓക്കെ, അടുത്തത് പാരലൽ ആൻഡ് ഓർത്തോഗണൽ പ്ലെയിൻസ്. Two planes with normal vectors m and n are parallel to each other if the vectors m and n are parallel. The planes are orthogonal if the vectors m and n are orthogonal. അതും അതേ വരച്ച് നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. ഭാഗ്യത്തിനൂടെ നമുക്ക് പിക്ചർ തന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ ഒരു പ്ലെയിൻ എടുക്കുക, ഫസ്റ്റ് പ്ലെയിൻ, അതിൻ്റെ നോർമൽ ദേ വരച്ചിട്ടുണ്ട് എം. കണ്ട, പെർപെൻഡിക്കുലർ ആയിട്ട് ആ വരച്ചിരിക്കുന്ന വെക്ടറാണ് എം. വേറൊരു പ്ലെയിൻ അവിടെ തന്നിട്ടുണ്ട്, അതിന് ഓർത്തോഗണൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറാണ്, നോർമൽ ആയിട്ടുള്ള വെക്ടറാണ് എൻ. അപ്പോൾ രണ്ട് പ്ലെയിൻസ് പാരലാണ് എങ്കിൽ കറസ്പോണ്ടിംഗ്ലി കണ്ട ഈ നോർമൽസും എന്ത് തന്നെയായിരിക്കും, പാരലായിരിക്കും. ഇനി രണ്ട് പ്ലെയിൻസ് ഓർത്തോഗണൽ ആണെങ്കിൽ ഒരു പ്ലെയിൻ്റെ ഇങ്ങനെ, ഒരു പ്ലെയിൻ്റെ ഇങ്ങനെയാണ് വരുന്നത്, അതായത് ഒരു 90 ഡിഗ്രിയിലാണ് കട്ട് ചെയ്യണമെങ്കിൽ അവരെ കറസ്പോണ്ടിങ് നോർമൽസ് എൻ പോകുന്നത് ഇങ്ങനെയാണ്, എം പോകുന്നത് ഇങ്ങനെ സൈഡിലേക്കാണ്. അപ്പോൾ അവരും കറസ്പോണ്ടിങ്ങിലി 90 ഡിഗ്രിയിൽ തന്നെയായിരിക്കും കട്ട് ചെയ്യേണ്ടാവുക. വെച്ചാൽ അവരെ കറസ്പോണ്ടിങ് നോർമൽസും ഓർത്തോഗണലായിരിക്കും. ഓർത്തോഗണൽ ആവാന്ന് പറഞ്ഞാലും 90 ഡിഗ്രിയിൽ കട്ട് ചെയ്യുക കേട്ടോ. പെർപെൻഡിക്കുലർ എന്നുള്ള മീനിങ് തന്നെയാണ്, അല്ലെങ്കിൽ നോർമൽ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ ആ ഒരു മീനിങ് തന്നെ. നോർമൽ എപ്പോഴും വെക്ടറിനാണ് പറയുക, പെർപെൻഡിക്കുലർ ആവാന്നുള്ള മീനിങ് തന്നെയാണ് ഓർത്തോഗണൽ ആവാന്നുള്ളതുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവരെ കറസ്പോണ്ടിങ് നോർമൽ വെക്ടേഴ്സ് ഓർത്തോഗണലായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ അതോട് പഠിച്ചു വയ്ക്കാം. അടുത്തത് ഫൈൻഡ് ആൻ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ കണ്ടെയ്നിങ് P2 - 1 3 ആൻഡ് പാരലൽ ടു ദ പ്ലെയിൻ ഡിഫൈൻഡ് ബൈ 2x - 3y + 4z = 6. ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ ആണ്, അതിൽ പോയിന്റ് തന്നിട്ടുണ്ട്. പിന്നെ ആൻഡ് പാരലൽ ടു ദ പ്ലെയിൻ, ഈ പ്ലെയിനോട് പാരലൽ ആണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിയറം 1 യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് നോർമലായിട്ടുള്ളൊരു വെക്ടർ, ഈ തന്നിരിക്കുന്ന പ്ലെയിന് നോർമലായിട്ടുള്ളൊരു വെക്ടറാണ് 2 - 3 4. നിങ്ങളിങ്ങനെ എഴുതണമെന്നില്ല, നിങ്ങൾ എഴുതാറുള്ള പോലെ 2i - 3j + 4k എന്ന് എഴുതിക്കോ. ഇനി റിക്വയർഡ് പ്ലെയിൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ a × x - x0 + b × y - y0 + c × z - z0 = 0 ആണ്. അപ്പോൾ ഈ പ്ലെയിന് നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്ലെയിന് പാരലാണ് ഈ പ്ലെയിൻ, കണ്ടുപിടിക്കേണ്ട പ്ലെയിന് പാരലാണ് ഈ പ്ലെയിൻ. അപ്പോൾ ഈ പ്ലെയിൻ്റെ നോർമൽ വെക്ടർ നമുക്ക് കണ്ടുപിടിക്കേണ്ട റിക്വയർഡ് പ്ലെയിനോടും നോർമൽ വെക്ടർ തന്നെയായിരിക്കും. ഈ കണ്ടുപിടിക്കേണ്ട പ്ലെയിൻ ഈ പ്ലെയിന് തന്നിരിക്കുന്ന പ്ലെയിന് പാരലാണ്. തന്നിരിക്കുന്ന പ്ലെയിൻ്റെ നോർമൽ വെക്ടർ നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്ലെയിനോടും നോർമൽ തന്നെയായിരിക്കും, 90 ഡിഗ്രിയിൽ തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ നോർമൽ വെക്ടർ എടുത്താൽ അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്ലെയിൻ്റെയും നോർമൽ വെക്ടർ തന്നെയായിരിക്കും. പിന്നെ ജസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി, നമുക്ക് ആ പ്ലെയിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പോയിൻ്റ് ആൻഡ് എ പ്ലെയിൻ ആണ്. ഇതും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടു ഫൈൻഡ് എ ഫോർമുല ഫോർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പോയിൻ്റ് ആൻഡ് എ പ്ലെയിൻ, സപ്പോസ് ദാറ്റ് P1 x1 y1 z1 is a point not lying in the plane ax plus by plus cz = d and let P0 x0 y0 z0 be any point lying in the plane. P1 പ്ലെയിനിൽ ഇല്ലാത്ത പോയിന്റ്, ഇതാണ് പ്ലെയിൻ്റെ ഇക്വേഷൻ തന്നിരിക്കുന്നത്. P1 പ്ലെയിനിൽ ഇല്ലാത്ത പോയിന്റും P0 പ്ലെയിനിലുള്ള പോയിന്റുമാണെന്ന് വിചാരിക്കുക. The distance d between P1 and the plane is given by the length of the vector projection P0 P1. നമുക്ക് ഫോർമുല മാത്രം നോക്കിയാൽ മതി. അപ്പോൾ P1 പ്ലെയിനിൽ ഇല്ലാത്ത പോയിന്റും P0 പ്ലെയിനിലുള്ള പോയിന്റുമാണ്. ഡിസ്റ്റൻസ് d ആണ് എങ്കിൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. d = മോഡുലസ് വാല്യൂ ഓഫ് ax1 + by1 + cz1 - d ഡിവൈഡ് ബൈ √a² + b² + c². ഇതിൽ x1 y1 z1 എന്നുള്ളത് P1ൻ്റെ കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ മോഡുലസ് വാല്യൂ ഓഫ് ax1 + by1 + cz1 - d ഡിവൈഡഡ് ബൈ √a² + b² എന്നാണ് ഡിസ്റ്റൻസിൻ്റെ ഫോർമുല വരുന്നത്. ഒരു പ്രോബ്ലം നോക്കിയാൽ കുറച്ചുകൂടെ മനസ്സിലാവും. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് -2 1 3 ആൻഡ് ദ പ്ലെയിൻ ദിസ് വൺ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റിൽ x1 = -2, y1 = 1, z1 = 3 ആണ്. a 2 b -3 ആൻഡ് c = 1 ആണ്. ആൻഡ് d = 1 തന്നെയാണ്. അപ്പോൾ ഡിസ്റ്റൻസ് = മോഡുലസ് വാല്യൂ ഓഫ് ദിസ് ഡിവൈഡഡ് ബൈ ദിസ്. അപ്പോൾ 5√14/14 ആണ് ആൻസർ കിട്ടുക. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ.